ഈ വെള്ളാനകളുടെ നാട് ഇപ്പൊ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പൊ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെട്ട നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് കലാകാരന്മാർ ഒന്നിച്ച് ഒരുപാട് സിനിമകളുടെ ഭാഗമാകാൻ പറ്റിയ ആളാണ് ഇപ്പൊ വെള്ളാനകളുടെ നാട്. ആ സിനിമയിൽ ഓരോ ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരാണ് അതിനകത്ത്. ഇപ്പൊ എന്താ പറയാ, എപ്പോഴും അതിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരു ഓർമ്മ പറയാമോ? അതിനെ കുറിച്ചുള്ള ഓർമ്മകൾ ടാർ തൊഴിലാളി കുമാരന്റെ കഥാപാത്രമാണ് ഞാൻ കൈകാര്യം ചെയ്തത്. അതിനകത്ത് ഒരു ഒരു സത്യസന്ധത ഫീൽ ചെയ്യുന്ന തരത്തിൽ യഥാർത്ഥത്തിൽ അതിനകത്ത് ഈ ടാർ തൊഴിലാളികളെല്ലാം കെട്ടിവെക്കുന്ന ചാക്കൊക്കെ ഉണ്ടല്ലോ, ആ ചാക്ക് അതേപോലെ ചാക്ക് കെട്ടിവെച്ച് അവിടെ റിയൽ ആയിട്ട് ടാറിങ് നടത്തി ആ റിയൽ ടാറിന്റെ കാര്യങ്ങളൊക്കെ ഈ കാലിലും കാര്യങ്ങളും ഒക്കെ തന്നെ അത് പെട്ടിട്ടുണ്ട്. അപ്പോ അതിനകത്ത് 100% ഇൻവോൾവ് ആയിട്ട് അഭിനയിച്ചുകൊണ്ടാണ് അത് അത്ര രസകരമായി തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു. അത് അതിനകത്ത് മാത്രമല്ല ആനയെ കൊണ്ടുവരുന്ന സീനുണ്ടല്ലോ, വലിക്കാനായിട്ട്, അത് വലിച്ച അവസാനം വീടിന്റെ മതില് പൊളിഞ്ഞ് അകത്ത് പോകുന്ന ആ സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് വളരെ കൺവിൻസിംഗ് ആയിട്ട് തന്നെ പ്രിയദർശൻ ക്യാമറയിൽ, എസ് കുമാറിന്റെ ക്യാമറ ആണ്, പ്രിയദർശൻ അത് ഗംഭീരമായിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് അതുകൊണ്ടാണ് അതൊരു ക്ലാസിക് സീനായിട്ട് ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ കിടക്കുന്നത്. അവിടെ ഒരു കൊടയൊക്കെ എടുത്തിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോ CP നായർ ശ്രമിക്കുന്നത്.